നമസ്കാരം. സ്റ്റുഡിയോ ആസ്ട്രോയുടെ ഈ ആത്മീയ ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജ്യോതിഷ വിഷയങ്ങൾ, നക്ഷത്രഫലങ്ങൾ, ഗ്രഹനിലകൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ അവതരിപ്പിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ പുതിയ വീഡിയോ അപ്ഡേറ്റുകൾ സമയോചിതമായി ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ അഞ്ജന എസ് പണിക്കർ. നിങ്ങളുടെ പിന്തുണയും നിങ്ങളുടെ അമൂല്യമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മടിക്കേണ്ടതില്ല. കൂടെ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ദയവു ചെയ്തു ലിങ്ക് ഷെയർ ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവരുടെയും കമന്റുകൾക്കും അഭിപ്രായങ്ങൾക്കും വളരെ അധികം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ജോലി തിരക്കുകൾ കാരണം എല്ലാ കമന്റുകൾക്കും ഉടൻ മറുപടി നൽകാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാലും പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുമല്ലോ. മറുപടിയിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടായാൽ ദയവു ചെയ്തു ക്ഷമിക്കുമല്ലോ. നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ, ചിലർക്കെന്തോ ഒരു അദൃശ്യമായ ഭാഗ്യം ഉണ്ടെന്നു, എന്ത് ചെയ്താലും അവർക്ക് കാര്യങ്ങൾ സുഖമായി നടക്കും, പക്ഷേ നമ്മൾ അതേ ശ്രമം ചെയ്തിട്ടും ഫലം കാണില്ല. ഇതിന് കാരണം ഒരുപാട് ആളുകൾ അറിയാത്ത ഒരു ചെറിയ രാവിലെ ശീലമാണ്. ഇന്ന് ആ 5 മിനിറ്റ് രഹസ്യം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നു. ശ്രദ്ധിച്ചു കാണൂ. ഒരുപാട് ആളുകൾക്ക് വലിയ ശ്രമമൊന്നുമില്ലാതെ തന്നെ അവസരങ്ങൾ അവരുടെ മുന്നിൽ എത്തും. ശരിയായ സമയത്ത് ശരിയായ ആളുകളെ കണ്ടുമുട്ടും. ജീവിതം ഭാഗാതവ എളുപ്പമാകുന്നു. അതേസമയം നമ്മൾ എല്ലാം ശരിയായി ചെയ്തിട്ടും എന്തോ ഒരു കാര്യം മിസ്സായ പോലെ തോന്നാറില്ലേ? സത്യം എന്താണെന്ന് അറിയാമോ? ഇത് ഭാഗ്യം മാത്രം അല്ല, അവരുടെ രാവിലെ ആരംഭിക്കുന്ന രീതിയിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ട്. വെറും 5 മിനിറ്റ്, പക്ഷേ അത് ചെയ്യുന്നതിലൂടെ അവരുടെ ചിന്തയും എനർജിയും തീരുമാനങ്ങളും തന്നെ മാറുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അത് 5 മിനിറ്റ് ശീലമാണ്. ശ്രദ്ധിച്ചു കാണൂ, കാരണം ഇതിൽ ഒന്നുപോലും മിസ് ചെയ്യരുത്. നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ചിലർക്ക് ചെറിയ ശ്രമത്തിൽ തന്നെ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കും, എന്നാൽ മറ്റുള്ളവർക്ക് അതേ കാര്യങ്ങൾ നേടാൻ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടിവരും. ഇത് പലപ്പോഴും ഭാഗ്യം എന്നൊരൊറ്റ വാക്കിൽ നാം വിശേഷിപ്പിക്കുന്നു. എന്നാൽ ജ്യോതിഷശാസ്ത്രം പറയുന്നത് നമ്മുടെ ദിനചര്യയിൽ ഉള്ള ചെറിയ മാറ്റങ്ങൾ പോലും ഈ ഭാഗ്യത്തിന്റെ പ്രവാഹത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്നാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് രാവിലെ വെറും 5 മിനിറ്റ് മാറ്റിവെച്ച് ചെയ്യാവുന്ന ഒരു ലളിതമായ രീതിയാണ്. ഇത് സ്ഥിരമായി ചെയ്താൽ നിങ്ങളുടെ മനസ്സിലും പ്രവർത്തനങ്ങളിലും അവസരങ്ങളിലും നല്ല മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കും. ആദ്യത്തേത്, രാവിലെ സമയത്തിന്റെ പ്രാധാന്യം. രാവിലെ സമയം ഒരു സാധാരണ സമയമല്ല. സൂര്യോദയത്തിനു മുൻപും അതിനുശേഷവും ഉള്ള സമയം ബ്രഹ്മമുഹൂർത്തം എന്നറിയപ്പെടുന്നു. ഈ സമയത്ത് നമ്മുടെ മനസ്സ് ഏറ്റവും ശാന്തവും സ്വച്ഛവുമാണ്. ചിന്തകൾ വ്യക്തമായി രൂപപ്പെടുന്ന സമയം കൂടിയാണിത്. ഈ സമയത്ത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു, എന്ത് ചെയ്യുന്നു, അത് ആ ദിവസത്തിന്റെ മുഴുവൻ ഗതിയെയും സ്വാധീനിക്കും. അതുകൊണ്ടാണ് ഈ ചെറിയ 5 മിനിറ്റ് പ്രവർത്തനങ്ങൾ ഇത്രയും പ്രാധാന്യമുള്ളത്. 1. ഉണരുന്ന രീതിയും മനോഭാവവും. അലാറം കേട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുന്നത് ഒഴിവാക്കി മൃദുവായി ഉണരാൻ ശ്രമിക്കുക. കണ്ണ് തുറക്കുന്നതിന് മുൻപ് തന്നെ ഇന്ന് നല്ല ദിവസം ആയിരിക്കും എന്നൊരു ചെറിയ ആശയം മനസ്സിൽ സൃഷ്ടിക്കുക. ഇത് ചെറിയ കാര്യമായി തോന്നാമെങ്കിലും നമ്മുടെ സബ്കോൺഷ്യസ് മനസ്സിനെ ഇത് ശക്തമായി സ്വാധീനിക്കും. പോസിറ്റീവ് ചിന്തകളോടെ ദിവസത്തെ ആരംഭിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. കൈകൾ കാണുകയും ശ്ലോകം ചൊല്ലുകയും. കണ്ണു തുറന്ന ഉടൻ നിങ്ങളുടെ 2 കൈകളെയും ഒരുമിച്ച് ചേർത്ത് നോക്കുക. ഈ സമയത്ത് ഈ ശ്ലോകം ചൊല്ലാം: കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതോ ഗോവിന്ദ. അർത്ഥം: കരാഗ്രേ വസതേ ലക്ഷ്മി, കൈവിരലുകളുടെ അറ്റത്ത് ലക്ഷ്മിദേവി വസിക്കുന്നു. കരമധ്യേ സരസ്വതി, കൈപ്പത്തിയുടെ മധ്യത്തിൽ സരസ്വതിദേവി വസിക്കുന്നു. കരമൂലേ തു ഗോവിന്ദ, കൈത്തണ്ടയുടെ ഭാഗത്ത് മൂലത്തിൽ ഭഗവാൻ ഗോവിന്ദൻ വിഷ്ണു വസിക്കുന്നു. പ്രഭാതേ കരദർശനം, അതുകൊണ്ട് അതിരാവിലെ എഴുന്നേറ്റ് കൈപ്പത്തി ദർശനം നടത്തുന്നു. ഈ ശ്ലോകത്തിന്റെ അർത്ഥം സമ്പത്ത്, ജ്ഞാനം, ദൈവിക ശക്തി എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് എന്ന തിരിച്ചറിവാണ്. ഇത് ആവർത്തിച്ചു പറയുമ്പോൾ ഒരു ആത്മവിശ്വാസവും ആന്തരിക ശക്തിയും നമ്മിൽ വളരും. ഭൂമിയെ ആദരിക്കുക. നിലത്ത് കാലിടുന്നതിനു മുൻപ് ഒരു നിമിഷം നിർത്തി ഭൂമാതാവിനെ സ്മരിക്കുക. കൈ കൊണ്ട് നില സ്പർശിച്ച് നന്ദി പറയാം. സമുദ്രവസനേ ദേവി എന്ന ശ്ലോകം അറിയുന്നവർ അത് ചൊല്ലാം, അല്ലെങ്കിൽ സാധ്യമെങ്കിൽ മനസ്സിൽ നന്ദി പ്രകടിപ്പിക്കുക. ഇത് ഒരു വിനയത്തിന്റെ അഭ്യാസമാണ്. ഈ ചെറിയ ശീലങ്ങൾ നമ്മളെ കൂടുതൽ സ്ഥിരതയുള്ളവരാക്കും. സൂര്യപ്രാർത്ഥനയും ശ്വാസനിയന്ത്രണവും. സൂര്യൻ ഉദിക്കുന്നത് കാണാനാകുന്നവർക്ക് അത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ കിഴക്ക് ദിശയിലേക്ക് നോക്കി നിൽക്കാം. ഓം സൂര്യായ നമഃ എന്ന് പതുക്കെ 11 പ്രാവശ്യം ചൊല്ലുക.
ഇതോടൊപ്പം ശ്വാസം നിയന്ത്രിച്ച് ആഴത്തിൽ ശ്വസിച്ച് മൃദുവായി പുറത്തേക്ക് വിടുക. ഇത് ശരീരത്തിനും മനസ്സിനും ഒരു പുതുമ നൽകും. ദിവസത്തെ ആരംഭിക്കാൻ വേണ്ട എനർജി ഇത് നൽകും. അവസാനമായി അഞ്ചാമത്തെ, ദീപം തെളിയിക്കൽ പ്രാർത്ഥന. വീട്ടിൽ ഒരു ദീപം തെളിയിക്കുക. ഇത് ഒരു ആത്മീയ പ്രതീകമാണ്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകുന്നത്. ദീപം തെളിയിച്ച ശേഷം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ സ്മരിക്കുക. ഇത് നിർബന്ധമായും വലിയ പൂജയാവേണ്ടതില്ല, ഒരു നിമിഷം മനസ്സ് കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് പോലും മതിയാകും. 5 മിനിറ്റ് എങ്ങനെ ശക്തമാകുന്നു? ഈ മുഴുവൻ പ്രക്രിയയ്ക്ക് ഏകദേശം 5 മിനിറ്റ് മാത്രമേ വേണ്ടൂ. പക്ഷേ ഇത് ഒരു ദിനചര്യയായി മാറ്റുമ്പോൾ നിങ്ങളുടെ ചിന്തകളും തീരുമാനങ്ങളും പ്രതികരണങ്ങളും ക്രമേണ മാറും. ഇത് നേരിട്ട് ഭാഗ്യം മാറ്റുന്നില്ല, എന്നാൽ ഭാഗ്യത്തെ ആകർഷിക്കുന്ന രീതിയിൽ നിങ്ങളെ രൂപപ്പെടുത്തുന്നു. കുറഞ്ഞത് 21 ദിവസം തുടർച്ചയായി ചെയ്യുക. ഏതെങ്കിലും ഒരു ശീലം സ്ഥിരമായി രൂപപ്പെടുത്താൻ സമയം ആവശ്യമാണ്. ശാസ്ത്രീയമായി നോക്കുമ്പോൾ ഒരു പുതിയ ശീലം മനസ്സിൽ ഉറപ്പിക്കാൻ സാധാരണയായി 21 ദിവസമെങ്കിലും വേണ്ടിവരും. ഈ കാലയളവിൽ ഇടവിടാതെ ചെയ്യുന്നത് മനസ്സിനും ശരീരത്തിനും അത് ഒരു ഭാഗമാക്കി മാറ്റും. തുടക്കത്തിൽ ബുദ്ധിമുട്ടുണ്ടാകാം, പക്ഷേ സ്ഥിരത ആണ് വിജയത്തിന്റെ പ്രധാന ഘടകം. നിർബന്ധമായും ശുദ്ധമായ മനസ്സോടെ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്നത് യാന്ത്രികമായി അല്ല, പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം. നെഗറ്റീവ് ചിന്തകൾ, സംശയം, അശ്രദ്ധ എന്നിവ ഒഴിവാക്കുക. ശുദ്ധമായ മനസ്സ് എന്നത് സത്യസന്ധത, ഏകാഗ്രത, നല്ല ഉദ്ദേശ്യം. ഇതുവഴി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഗുണമേന്മയും ഫലവും ഉയരും. അതിവേഗം ഫലം പ്രതീക്ഷിക്കരുത്. ഏതൊരു കാര്യത്തിനും ഫലം ലഭിക്കാൻ സമയം ആവശ്യമാണ്. ഉടൻ ഫലം കിട്ടാത്തതുകൊണ്ട് നിരാശപ്പെടുന്നത് സാധാരണ പിഴവാണ്. പകരം പ്രക്രിയയിൽ വിശ്വാസം വെക്കുക. ചെറിയ പുരോഗതികൾ പോലും ശ്രദ്ധിക്കുക. സ്ലോ പ്രോഗ്രസ് ഈസ് സ്റ്റിൽ പ്രോഗ്രസ് എന്നത് മനസ്സിൽ വയ്ക്കുക. ഒരു ദിവസം മിസ് ആയാലും നിരാശപ്പെടേണ്ടതില്ല. സ്ഥിരതയിൽ ചെറിയ തടസ്സങ്ങൾ വരുന്നത് സാധാരണമാണ്. ഒരു ദിവസം ഒഴിവായതുകൊണ്ട് മുഴുവൻ ശ്രമവും നഷ്ടമാകില്ല. പ്രധാനമായത് അത് ഒരു പരാജയമായി കാണാതിരിക്കുക. റീസ്റ്റാർട്ട് മൈൻഡ് സെറ്റ് നിലനിർത്തുക. വീണ്ടും വീണ്ടും തുടങ്ങുക. നിങ്ങൾ വഴുതിപ്പോയാൽ വീണ്ടും ആരംഭിക്കാൻ ധൈര്യം കാണിക്കുക. ഓരോ പുതിയ ദിവസവും ഒരു പുതിയ അവസരമാണ്. കോൺസിസ്റ്റൻസി ഓവർ പെർഫെക്ഷൻ എന്ന ആശയം പിന്തുടരുക. ഈ ലളിതമായ ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയതെങ്കിലും സ്ഥിരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ ഇത് പരീക്ഷിച്ചു നോക്കൂ. നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റിലൂടെ പങ്കുവയ്ക്കാൻ മറക്കരുത്. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇതുവരെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ രാവിലെ വെറും 5 മിനിറ്റ് മാറ്റിവെച്ച് ചെയ്യാവുന്ന ഒരു ലളിതമായ ജീവിത രീതികളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, നിങ്ങളുടെ പേരും നാളും കമന്റായി താഴെ ഇടാവുന്നതാണ്. അത് കുറിച്ചെടുത്തു ഞങ്ങളുടെ തറവാട്ട് ക്ഷേത്രത്തിൽ ദിവസം നടന്നുവരുന്ന പൂജകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് തോന്നുന്നുവെങ്കിൽ അത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും പങ്കുവയ്ക്കാൻ ദയവായി മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ഇറ്റ്സ് മീ അഞ്ജന എസ് പണിക്കർ, സൈനിങ് ഓഫ്.